അങ്ങനെ ആപ്പിൾ സ്വന്തം ചരിത്രം തന്നെ തിരുത്തി കുറിച്ചേക്കുവാണ്. ഒരു മാസത്തിൽ 3 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. ആ ഒരു ഗിന്നസ് റെക്കോർഡും കൂടെ ആപ്പിളിന് സ്വന്തമാക്കിയേക്കുവാണ്. ഇങ്ങനെ തുരിതര അപ്ഡേറ്റുകൾ വരുമ്പം സ്വാഭാവികമായിട്ടും യൂസേഴ്സ് എന്ന നിലയിൽ നമുക്കൊരു കുരു പൊട്ടും. എന്തിനാണ് ഇതിനും മാത്രം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്? എന്താണ് ഇതിൻ്റെ പുറകിലുള്ള റീസൺസ്? കാരണം കഴിഞ്ഞ അപ്ഡേറ്റ് ഇപ്പോൾ 26.4 എന്ന് പറയുന്ന അപ്ഡേറ്റ് ഓക്കെ, ഇറ്റ്സ് എ മേജർ അപ്ഡേറ്റ്. അതിനുശേഷം വന്ന 26.4.1 ലാസ്റ്റ് വീക്കായിരുന്നു അതിൻ്റെ ഫോളോ അപ്പ് റിവ്യൂ പോലും നമ്മൾ ചെയ്തത്. അതങ്ങ് മാറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 26.4.2 അപ്ഡേറ്റും ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്തേക്കുവാണ്. ഓൾമോസ്റ്റ് iOS 26 റൺ ചെയ്യുന്ന മിക്ക ഡിവൈസുകളിലും ഈ ഒരു റേഞ്ചിലായിരിക്കണം അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. 26.4 800 MB അടുത്താണ് നമ്മുടെ iPhone 17 Proയിൽ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് അപ്ഡേറ്റ് സൈസിൽ വ്യത്യാസം ഉണ്ടായേക്കാം. അതുകൊണ്ട് എൻ്റെ അപ്ഡേറ്റ് സൈസ് കൂടി കുറഞ്ഞു എന്ന് പറഞ്ഞ് ആരും കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നോർമലാണ്. ഇനി നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള ഏതെങ്കിലും അപ്ഡേറ്റ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ അപ്ഡേറ്റിൻ്റെ സൈസും കൂടെ ചേർത്തിട്ടായിരിക്കും ഇതിൽ വരുന്നത്. അത്രേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ആദ്യം തന്നെ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തത് എൻ്റെ മാക് ഉപയോഗിച്ചിട്ടാണ്. സോ മാക് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഫോൺ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ സിമ്പിൾ സ്റ്റെപ്പിലൂടെ ഞാൻ കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് iTunes ഉപയോഗിച്ച് അല്ലെങ്കിൽ മാക് ഉപയോഗിച്ച് ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തേക്കുന്ന വാൾപേപ്പർ, ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അപ്ഡേറ്റ് ചെയ്യാൻ മാക്കുമായിട്ട് നമ്മൾ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. മാക്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് iTunesൻ്റെ ആവശ്യമില്ല, അതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആണ് iTunes. അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈൻഡർ ബാറിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസിലാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് iTunes ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസ് പ്രിവ്യൂ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്കിൽ ഫൈൻഡറിൽ നമ്മുടെ ഫോൺ സൈഡ് ബാറിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ ഫോൺ കാണിക്കും. ഞാൻ ഓൾറെഡി IPSW ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഡൗൺലോഡ്സിനകത്ത് നിങ്ങൾ കാണാം, ഇതാണ് IPSW ഫയൽ. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളാണ് കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ നമ്മൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ കീ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ IPSW ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ അപ്ഡേറ്റ് ടു 26.4.2 എന്ന് കാണിക്കും. അപ്ഡേറ്റ് കൊടുക്കുക, എക്സ്ട്രാക്റ്റിംഗ് സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഫോൺ പെട്ടെന്ന് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും. അങ്ങനെ ഐഫോൺ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് 26.4.2. സിമ്പിളായിട്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലീൻ ഫ്രഷ് ഇൻസ്റ്റലേഷനാണ് ലഭിക്കുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പം, ഒന്നാമത്തെ കാര്യം, ഇതൊരു വലിയ സംഭവമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നുമല്ല. വളരെ മിനിമലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2-3 ബഗ്ഗുകളും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി വർണബിലിറ്റിയാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ പ്രധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 2-3 കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യേണ്ട. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറൻറ്റ്ലി നിങ്ങളുടെ ഡിവൈസിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാറ്ററി ഡ്രെയിനിങ്, പെർഫോമൻസ് ഇഷ്യൂ, അതോടൊപ്പം ബഗ്ഗുകൾ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ iTunes ലാപ്ടോപ്പുമായിട്ട് യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ OT അപ്ഡേറ്റ് ചെയ്താലും മതി. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും ബാറ്ററി ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വളരെ സ്മൂത്തായിട്ടുള്ള ഒരു യൂസേജ്, അതായത് നമുക്ക് അങ്ങനെ വലിയ സ്റ്റട്ടറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓൾഡർ ജനറേഷൻ ഡിവൈസിലാണെങ്കിലും മറ്റു യൂസേഴ്സ് തന്നിട്ടുള്ള ചെറിയ ഫീഡ്ബാക്കിലും എനിക്കറിയാൻ സാധിച്ചത് വളരെ സ്മൂത്തായിട്ടുള്ള യൂസേജാണ്. 2, ഐഫോണിൻ്റെ ഗ്രീൻ സ്ക്രീൻ. സോ ഈ ഒരു വിഷയം നമുക്കറിയാം, 2 വർഷത്തിന് മുന്നേ തുടങ്ങിയ അല്ലെങ്കിൽ യൂസേഴ്സിനിടയിൽ ഉണ്ടായേക്കുന്ന ഒരു കാര്യമാണ് ഐഫോണിൽ ഗ്രീൻ സ്ക്രീൻ. പ്രധാനമായിട്ടും 13 and 14 സീരീസിൽ ഗ്രീൻ സ്ക്രീൻ ഉണ്ടാകുന്നുണ്ട്, അപ്ഡേറ്റിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. ആപ്പിൾ അതിന് ഫ്രീ റീപ്ലേസ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, കോമഡി ആയിട്ട് തോന്നിയ കാര്യം, 26.4 അപ്ഡേറ്റിന് ശേഷം ഗ്രീൻ സ്ക്രീൻ വരുന്നു എന്ന് പറഞ്ഞ് നിരവധി വീഡിയോസാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഏറ്റവും വലിയ കോമഡി തോന്നിയൊരു കാര്യം, പല ഇൻഫ്ലുവൻസേഴ്സ് പോലും അത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെക്കിനെ പറ്റിയ ഒരു വീഡിയോ പോലും ചെയ്യാത്ത പല ആളുകളും ഐഫോണിൽ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ വന്നു, ഈ അപ്ഡേറ്റിന് ശേഷം ഗ്രീൻ സ്ക്രീനാണ്, ആരും അപ്ഡേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വീഡിയോസ് ഇറക്കി ആളുകളെ പാനിക് ആക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കമൻസിൽ, നമ്മളുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ താഴത്തെ കമൻസിൽ ഇത് മാത്രമാണ് കാണാനുള്ളത്. iPhone 17 ഡിസ്പ്ലേ അടിച്ചു പോവോ, 16 കംപ്ലയിൻ്റ് ഉണ്ടാവുമോ, ഈ അപ്ഡേറ്റ് ചെയ്താൽ ഗ്രീൻ സ്ക്രീൻ ആവുമോ, ഉള്ള കാര്യം പറയാലോ, വെറുതെ യൂസേഴ്സിൻ്റെ ഇടയിൽ ഒരു പാനിക് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു കൺഫ്യൂഷൻ, ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ പടച്ചുവിട്ടേക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, അപ്ഡേറ്റിന് ശേഷം ഈ പറഞ്ഞ 13-14 ഡിവൈസുകളിൽ ഡിസ്പ്ലേ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ ഈ ഒരു 26.4 അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പുതുതായിട്ട് കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല ഈ ഗ്രീൻ ഡിസ്പ്ലേ ഇഷ്യൂ. ഇങ്ങനെ അപ്ഡേറ്റിന് ശേഷം ഗ്രീൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ തന്നെ ആപ്പിൾ അത് ഫ്രീ റീപ്ലേസ്മെൻറ്റും ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നമ്മളുടെ കമൻസിൽ തന്നെ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ആ കമൻസും കൂടെ ഒന്ന് വായിച്ച് നോക്കുവാണെങ്കിൽ പല യൂസേഴ്സിന് ഫീഡ്ബാക്കിൽ തന്നിട്ടുണ്ട്. അവർക്ക് 1-2 തവണ ഡിസ്പ്ലേ ഇഷ്യൂസ് ഉണ്ടായിട്ട് റീപ്ലേസ്മെൻറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ആദ്യമേ ഒന്ന് ചിന്തിക്കുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആളുകളിലേക്ക് അവതരിപ്പിക്കുമ്പം തുടക്കത്തിലേ അങ്ങ് പേടിപ്പിക്കുന്ന രീതിയിൽ ഇതാരും അപ്ഡേറ്റ് ചെയ്ത് അപ്പം ഡിവൈസ് അടിച്ച് പോവും, ആളുകളെ പേടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പല രീതിയിലായിരിക്കും ആളുകൾ അത് വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിൽ മനസ്സിലാകണമെന്നില്ല. അപ്പം നമ്മൾ ഒരു ഗുഡ് ഇൻറ്റൻഷനോടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കി സാവധാനം അതിനകത്തെ റീസൺസ് അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായുള്ള കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നെഗറ്റീവായിട്ട് നമ്മൾ ചെയ്യുമ്പം കാർഡടച്ച് വെടിവെക്കുന്ന പോലെ ഒരു ഡിവൈസിന് അത് സംഭവിച്ചു എന്ന് കരുതി എല്ലാ ഡിവൈസും എല്ലാ യൂസേഴ്സും ഇതുണ്ടാകും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യല് എന്ന് പറയുന്നതിൽ യാതൊരു ബേസും ഇല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇന്ന ആളുടെ ഡിവൈസിൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ടായി അല്ലെങ്കിൽ ഇന്ന ബഗ്ഗുകളുണ്ടായി, പ്രോബ്ലംസ് ഉണ്ടായി, ഇഷ്യൂസ് ഉണ്ടായി എന്ന് കരുതി അതേ അപ്ഡേറ്റ് ചെയ്തതിലൂടെ നമ്മളുടെ ഡിവൈസിലും ഈ പറയുന്ന പ്രോബ്ലംസ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും. കാരണം നമ്മളെപ്പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിനും ഒരു ക്യാരക്ടറുണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. പല ആൾക്കാരും സൈഡ് ബൈ സൈഡ് ഒരേ ഫോൺ വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. ഒരാളുടെ ഫോൺ മറ്റൊരാളുടെ കൂട്ടുകാരൻ്റെ ഫോണായിരിക്കാം, സെയിം മോഡൽ ഫോണായിരിക്കാം, പക്ഷേ അതിലെ ബിഹേവിയർ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഫോൺ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബാറ്ററി ഹെൽത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും നമ്മളിപ്പം 6 മാസം മേളിലായി ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഇപ്പോഴും 100% ആണ്. പക്ഷേ പറയാൻ പറ്റത്തില്ല, അടുത്ത ഈ അപ്ഡേറ്റിലോ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആയേക്കാം. ചിലപ്പം ഡ്രോപ്പ് ആകുമ്പം 4-5% അങ്ങ് ഡ്രോപ്പ് ആകും. അതൊക്കെ ഡിപ്പെൻസ് ഓൺ നമ്മളുടെ ആ യൂസറിൻ്റെ ആ ഒരു യൂസേജിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിരിക്കും. അതാണ് നമ്മളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് ഈ ഒരു ഫോണിലും ഉണ്ടാകും. സോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ യൂസ് ചെയ്താൽ ഈ പറയുന്ന പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ സെറ്റ് ചെയ്യുന്ന വാൾപേപ്പർ അത് ലോക്ക് സ്ക്രീനിൽ കാണിക്കുമ്പോൾ നല്ല രീതിയിൽ ആ കളേഴ്സ് എല്ലാം കൃത്യമായിട്ട് കാണാം. എന്നാൽ ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരു ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ അപ്ഡേറ്റിൽ ആപ്പിൾ അത് പരിഹരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഈ ഒരു ലോക്ക് സ്ക്രീൻ ഇമേജ് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഹോം സ്ക്രീനിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴും ഒരു സാച്ചുറേഷനിൽ കുറവോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേ രീതിയിൽ തന്നെ എങ്ങനെയാണോ നോർമലി നമ്മൾ കാണുന്ന അതേ രീതിയിൽ തന്നെ വാൾപേപ്പർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പെർഫോമൻസും ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സിനെ പറ്റി പറയുമ്പം പല യൂസേഴ്സും നേരത്തെ കമൻറ്റ് ചെയ്തിട്ടുള്ളതും അവർ മെസ്സേജിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്, അവരുടെ ഡിവൈസിൻ്റെ ലോക്കൊക്കെ ചെയ്യുമ്പം ഡിവൈസ് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡിലേ ഉണ്ടാകുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. സോ ഡിവൈസ് ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ, അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു അപ്ഡേറ്റിൽ പ്രധാനമായിട്ടും ആപ്പിൾ കൊണ്ടുവന്നൊരു കാര്യമാണ് വളരെ മേജറായിട്ടുള്ള ഒരു സെക്യൂരിറ്റി പാച്ച്. സോ നിങ്ങൾക്ക് കാണാം 26.4.2 ഒരു സെക്യൂരിറ്റി പാച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇവിടെ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വേറെ ഒരു CV എൻട്രീസും ഇല്ല, വിച്ച് മീൻസ് ദാറ്റ്സ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. അതിൽ പറയുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻസ് മാർക്ക്ഡ് ഫോർ ഡിലീഷൻ കുഡ് ബി അൺഎക്സ്പെക്റ്റഡ്ലി റീറ്റെയിൻ ഓൺ ദ ഡിവൈസ്. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് അൺഎക്സ്പെക്റ്റഡ്ലി റീറ്റെയിൻ ചെയ്യുന്നു ഡിവൈസ് തന്നെ. സോ അങ്ങനെ ആ ഒരു സെക്യൂരിറ്റി വർണബിലിറ്റി ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി പെർഫോമൻസ് ആൻഡ് ബാറ്ററി ഹെൽത്ത്. സോ പെർഫോമൻസിൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റിന് ശേഷം എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത്. സോ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കറൻ്റ്ലി ഞാൻ 192 സൈക്കിൾ കൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാറ്ററി ഇപ്പോഴും ബാറ്ററി ഹെൽത്ത് 100% ആണ്. എന്നാൽ വളരെ റീസെൻ്റ്ലി ഫോൺ വാങ്ങിയ പല യൂസേഴ്സിനും 6 മാസം 5 മാസം കൊണ്ടൊക്കെ അവരുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് 94ലേക്കും 98ലേക്കും ഒക്കെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ബാറ്ററി ഹെൽത്തിന് നിങ്ങൾ അത്ര വലിയ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഫോൺ നമ്മൾ വാങ്ങിയിരിക്കുന്നത് യൂസ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ ബാറ്ററി ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ കാര്യങ്ങൾ നടക്കത്തില്ല. സോ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓരോ രീതികൾ ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സാധിക്കുന്ന പോലെ ഫോളോ ചെയ്യുക. അതിലൂടെ നമുക്കൊരു പരിധി വരെ ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ഒരു അപ്ഡേറ്റ് ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയാൻ നമുക്ക് സമയമായിട്ടില്ല, കാരണം ഇനിയും ടൈം ആവശ്യമുണ്ട്. സോ 3-4 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഇൻഡെക്സിങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഒരു ഏകദേശം ധാരണ കിട്ടും. സോ ഇതിൻ്റെ ഫോളോ വീഡിയോ താമസിക്കാതെ ഒരു 5 days 6 daysനുള്ളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാവുന്നതാണ്. സോ കറൻ്റ്ലി നിങ്ങൾ കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം ബാറ്ററി പെർഫോമൻസ് ഇതുമായിട്ട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ ഫോണിൽ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.